ഹലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സിംഗിൾ ക്രോഷ്യ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സിംഗിൾ ക്രോഷ്യയുടെ സ്റ്റിച്ച് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു പേഴ്സ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയുണ്ടായിരിക്കും? അടിപൊളിയായിട്ടുണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യ അറിയണമെങ്കിൽ ഇതിന് മുന്നേയുള്ള പാട്ടുകളെല്ലാം നേരെ കാണാം. അപ്പോൾ നമുക്ക് വൈകണ്ട ക്ലാസ് തുടങ്ങാം. അപ്പം ഞാൻ ഇതിൽ റെഡ് കളർ യാണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നീഡിൽ ഞാനിതിൽ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെയിൻ സ്റ്റിച്ചൊന്നും എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ നമ്മളെ മുന്നത്തെ വീഡിയോ നോക്കണം കേട്ടോ. അതിൽ ഈസി ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒന്നുമില്ല, ഒരൊറ്റ ചെയിൻ സ്റ്റിച്ചും അതായത് നമ്മുടെ സിംഗിൾ ക്രോഷ്യയും യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പേഴ്സാണിത്. അപ്പോൾ ഞാനിങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സിൻ്റെ ലെങ്ത്തും വിഡ്ത്തും എങ്ങനെ വേണോ അത്രയും ചെയിൻ സ്റ്റിച്ച് നിങ്ങൾ ഇടണം കേട്ടോ. ആദ്യം നമ്മളതിൻ്റെ ലെങ്ത്താണ് നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 25 സ്റ്റിച്ചാണ് എടുത്തിരിക്കുന്നത്. 25 ടൈം ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് വലിയ പേഴ്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പം ഇതിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ 25 സ്റ്റിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ക്ലാസ്സിൽ. എക്സ്ട്രാ ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഈ എക്സ്ട്രാ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കണക്ക് കൂട്ടില്ല. 25 ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ മൊത്തം 26 സ്റ്റിച്ച് ഇടണം. അപ്പം ഈ ഒരു സ്റ്റിച്ച് ഞാൻ ഒഴിവാക്കിയിട്ട് അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ കൂടെയാണ് സിംഗിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൂടെ എടുത്തു. ഇപ്പം നമുക്ക് 2 ലൂപ്പ് കിട്ടി. അതിനെ നമ്മൾ സിംഗിൾ ലൂപ്പാക്കി മാറ്റി. കണ്ടില്ലേ? ഇനി അതേപോലെ അടുത്ത ഫ്രണ്ട് ലൂപ്പ് കൂടെ, അതായത് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഏറ്റവും ആദ്യത്തെ ലൂപ്പ് കൂടെ നമ്മൾ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് 2 ലൂപ്പ് കിട്ടി. അതേപോലെ അതിൻ്റെ ഇടയിൽ കൂടെ അതിനെ സിംഗിൾ ലൂപ്പാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതിങ്ങനെ ചെയ്ത് വരിക. ഇതിങ്ങനെ ഈ ചെയിൻ സ്റ്റിച്ച് മൊത്തം ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു റൈറ്റ് സൈഡിൽ ഒരു വലിയൊരു ചെയിൻ സ്റ്റിച്ച് ഫോം ആകും. ഇതിപ്പം നിങ്ങൾ നോക്കിക്കുക, റൈറ്റ് സൈഡിലുള്ളത് ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയടാ, ഈ റെഡ് നൂല് എടുക്കുക കാരണം കിട്ടിയ പണിയാണ്, ക്ലിയർ ആയിട്ട് കാണാത്തത് കേട്ടോ. അതിപ്പം നോക്കിക്കേ, ഈ ഒരു ഭാഗം കണ്ടില്ലേ, റൈറ്റ് സൈഡ് മൊത്തം വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഫോം ആയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഈ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ലാസ്റ്റിലോട്ട് എത്തുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ 2 അറ്റം ഈ പറയുന്ന കൂട്ടത്തിൽ നല്ല രീതിയിൽ വരണം കേട്ടോ. 2 അറ്റവും കൂട്ടിയിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് കറക്റ്റായിട്ട് വരണം. അപ്പം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. നേരെ ഇത് മറിക്കുക. അപ്പം ഈ ഒരു സാധനത്തിന് നേരെ തിരിച്ച് വയ്ക്കുക. അപ്പം ഞാനിത് ഒരു സ്റ്റിച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. എക്സ്ട്രാ എടുത്തതിന് ശേഷം കണ്ടില്ലേ, ഈ ഒരു യാണിനെ നമ്മൾ തിരിച്ചു വെച്ചു. എന്നിട്ട് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഈ ഒരു സൈഡ് മൊത്തം ചെയിൻ സ്റ്റിച്ച് ഫോം ആയിട്ടുണ്ട്. റൈറ്റ് സൈഡ് മൊത്തം ചെയിൻ സ്റ്റിച്ച് ഫോം ആയിട്ടുണ്ട്. അതിന് നമ്മൾ തിരിച്ചു വെച്ചു. എക്സ്ട്രാ ഒരു ചെയിനും കൂടി ഇട്ടിട്ട് തിരിച്ചു കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വീണ്ടും നീഡിലിനെ കടത്തി വിടുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ മൊത്തത്തിലുള്ള ചെയിൻ സ്റ്റിച്ച് എടുക്കണം. അപ്പോൾ നമുക്ക് 2 ലൂപ്പാണ് കിട്ടുക. കണ്ടില്ല, മൊത്തം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കിടത്തി. നേരത്തെ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൂടെ മാത്രമാണ് കിടത്തിയിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ 2 ലൂപ്പ് കൂടെ കിടത്തി. എഗെയിൻ ഇപ്പോൾ 2 ലൂപ്പ് കിട്ടി. പിന്നെ എന്ത് ചെയ്തു, നമ്മളതിനെ ഒരു സിംഗിൾ ലൂപ്പാക്കി മാറ്റി. ഇനി അടുത്ത ചെയിൻ സ്റ്റിച്ചിലോട്ട് നീഡിൽ കിടത്തുക. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്, ബിഗിനർ ഫ്രണ്ട്ലിയാണ്. അതൊന്ന് ചെന്ന് കണ്ടാൽ മതി. അപ്പോൾ ഇത് ചെയ്യാൻ ക്ലിയർ ആകും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വീണ്ടും നമ്മൾ ഇനി ഈ ഒരു പ്രോസസ്സ് ഒന്നുമില്ലടാ, ഇതങ്ങ് റിപ്പീറ്റ് ചെയ്ത് പോവുക. ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ റൈറ്റ് സൈഡിൽ ചെയിൻ സ്റ്റിച്ച് വീണ്ടും നിങ്ങൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ചെയിൻ സ്റ്റിച്ചിനെ നമ്മൾ ഇതുപോലെ ചെയ്ത് എന്താക്കുക, വലുതാക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ഒരു പേഴ്സിൻ്റെ ആ ഒരു അത്രയും ലെങ്ത്തും വിടുത്തും ആകുമ്പോൾ നമ്മൾ അതിനങ്ങ് അവസാനിപ്പിക്കുക. അപ്പം ഞാൻ കണ്ടില്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റിൽ ഈ ഒരു ഭാഗം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, അതായത് സമമാകാൻ വേണ്ടിയിട്ട്, ഈക്വൽ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്റ്റിച്ച് ഇടുന്നത് കേട്ടോ. അതിപ്പോൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. എക്സ്ട്രാ ഇട്ടു, പിന്നെ നമ്മളതിനെ തിരിച്ചു വെച്ചു. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു, ആ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ, ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് കൂടെ വീണ്ടും വലിച്ചു. വീണ്ടും എന്ത് ചെയ്തു, സിംഗിൾ ക്രോഷ്യ വീണ്ടും കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഇങ്ങനെ ഓരോ ലൂപ്പ് കൂടിയും ഓരോ ചെയിൻ സ്റ്റിച്ച് കൂടിയും നമ്മളിത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഈ ഒരു സംഭവത്തിനെ വലുതാക്കി എടുക്കുക. അപ്പം ഞാനിങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ്.
അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റത്തെ, ഞാൻ ഇപ്പോഴും പറയും, ഈ ഫസ്റ്റത്തെ ഒരു വീഡിയോ കിട്ടുന്നില്ലെങ്കിൽ നേരെ സിംഗിൾ ക്രോഷിയുടെ ഒരു ഇത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിരുന്ന് കാണുക. അതേ കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ ആ അറ്റത്തിൻ്റെ ആ ഒരു സമവും ആ ഒരു ഈക്വൽ കണ്ടില്ലേ? ഇപ്പുറത്തെ അറ്റവും ഈക്വൽ ആയിരിക്കണം കേട്ടോ, രണ്ട് അറ്റവും ഈക്വൽ ആയിരിക്കണം. ആ ഒരു കാര്യമാണ് നമ്മൾ പേഴ്സിൽ ഉണ്ടാക്കുന്നത്. അപ്പം സെയിം പ്രോസസ്സ്, എക്സ്ട്രാ ഒരു സ്റ്റിച്ച് ഇട്ടു, നേരെ തിരിച്ചിട്ടു, എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് വീണ്ടും അതിനെ ആ ഒരു ചെയിൻ സ്റ്റിച്ചിൽ കൂടെ സംഭവം കംപ്ലീറ്റ് ആക്കി എടുക്കുക. അങ്ങനെ ഞാൻ കുറച്ച് നേരം കംപ്ലീറ്റ് ആക്കി എടുത്ത സാധനമാണ് ഈ കാണുന്നത്. ഇത് വേണമെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ ചെയ്യാം, ഒരു ദിവസം കൊണ്ടൊക്കെ ചെയ്യാം. ഞാനിത് 2 days എടുത്തുട്ടടാ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയും ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിനെ ഞാൻ ഇത്രയും വലുതാക്കി. അപ്പോൾ ഏകദേശം ഒരു പേഴ്സ്, ഒരു വാലറ്റ് ഉണ്ടാക്കുന്ന ഒരു അത്രയും ലെങ്ത്തും വിഡ്ത്തും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനെന്ത് ചെയ്തു, ഇതിനിങ്ങനെ വീണ്ടും മടക്കിയിട്ട് നമ്മളുടെ ആ ഒരു അതിൻ്റെ രണ്ടറ്റവും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പോർഷനും സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പം അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം എനിക്ക് റെഡിൻ്റെ ആ ഒരു ഇത്, സാധാരണ റെഡ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലടാ, ഏത് നൂലാണോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെ ചെയ്യുമായിരിക്കും നല്ലത്. എനിക്ക് ഈ ഒരു റെഡ് യാണ് തീരുക കാരണമാണ് ഞാൻ വൈറ്റ് യാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിനെ രണ്ടിനെയും ഇങ്ങനെ ഒരുമിച്ച് കിടത്തിയിട്ട്, കണ്ടില്ലേ യാണ് എങ്ങനെയാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു യാണ് എടുക്കുക, വൈറ്റ് യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അറ്റാച്ച് ചെയ്യാം. സാധാരണ നമ്മൾ ഏത് നൂലാണോ, ഏത് പേഴ്സിന് ഏതാണോ എടുക്കുന്നത് അത് തന്നെ കൊടുക്കുമായിരിക്കും നല്ലത് കേട്ടോ. എൻ്റെ അടുത്ത് ഇതില്ലാത്ത കാരണമാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്തും കാണിച്ചു തരണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതെന്ത് ചെയ്യുക, നമ്മൾ ഈ പറയുന്ന രീതിയിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നോക്കിക്കുക, ഞാൻ ചെയ്യുന്നത് നോക്കിക്കുക, രണ്ടും അറ്റാച്ച് ചെയ്യുക. ആ ഒരു 2 രീതിയിൽ കൂടെ, അതായത് ഈ സൈഡിലെയും ചെയിൻ സ്റ്റിച്ച് ഉണ്ടായിരിക്കും, അപ്പുറത്തെ സൈഡിലെയും ചെയിൻ സ്റ്റിച്ച് ഉണ്ടായിരിക്കുമല്ലോ, അതിന് ഈ ഒരു വൈറ്റ് യാണ് യൂസ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെടുത്ത്, നിങ്ങൾ റെഡ് യാണാണ് പേഴ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും റെഡ് യാണ് യൂസ് ചെയ്താൽ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു വൃത്തിയേട് മാറിക്കിട്ടുണ്ടോ. നമ്മൾ ബിഗിനർ ആവുക കാരണം നമുക്ക് അത്ര പെർഫെക്ഷനൊന്നും ഇല്ല കേട്ടോടാ. അപ്പം നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതേ. അപ്പം അത്ര വലിയ ഒരു പെർഫെക്ഷനായിട്ട് വന്നതെന്ന് ഞാൻ പറയില്ല. ഇൻ കേസ് ഇപ്പോൾ റെഡ് യാണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടിയേനെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പുറത്തും അപ്പുറത്തും വൈറ്റ് വന്നു, എന്നാൽ ശരി ഈ ഒരു താഴത്തെ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ യാണ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അത് ചെയ്തിരിക്കുന്നത് എന്ത് കാരണം വെച്ചാൽ, ഈ ഒരു വൈറ്റ് യൂസ് ചെയ്യുക കാരണം എല്ലാ ബോർഡറിലും വൈറ്റ് കിടന്നോട്ടേ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പേഴ്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ വേണമെങ്കിൽ പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് സൂപ്പറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളതിന് റിപ്ലൈ തരിക, മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ ഒന്നുകൂടി വേറൊരു പേഴ്സ് ഈസി ആയിട്ട് ചെയ്ത് കാണിക്കാം, ഒരു കുഞ്ഞു പേഴ്സ് എങ്ങനെയെങ്കിലും ചെയ്ത് കാണിക്കാം. അപ്പം ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ പേഴ്സ് ഉണ്ടാക്കിയിട്ട് സ്കൂളിലൊക്കെ പോകുന്ന വളരെ നല്ല കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സാധനമാണ്. നമ്മളുടെ ഈ കോൺഫിഡൻസ് ലെവലൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവും, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അതിൽ. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിലും എന്തായാലും കമൻറ്റ് ബോക്സിൽ എനിക്ക് അറിയിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ പേഴ്സിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അതുപോലെ തന്നെ അത്രയേ ഉള്ളൂടാ, എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങ് പോരണം കേട്ടോ. അപ്പോൾ താങ്ക് യു.